ആദേശിന് തീരെ താല്പര്യമില്ലാത്ത നസറിന്റെ കൂടെ മേജൻ അവന്റെ അനുവാദം പോലും വാങ്ങാതെ അവർ രണ്ടുപേരും കൂടെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ ദേഷ്യത്തില് ആദേശും മേജൻ അവനു വേണ്ടി കൊണ്ടുവന്ന ചായ അതേപടി എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അത് കണ്ട് മേജാന് പേടിച്ചു നിൽക്കുമ്പോ ആദേശം അവളോട് പറയും, ഞാൻ ഇതേവരെ സംസാരിച്ചു കഴിഞ്ഞില്ല, പിന്നെ നിന്നോട് ഇവിടുന്ന് ആരാ പോകാൻ പറഞ്ഞത്? എന്നിട്ട് അവനും നല്ല ദേഷ്യത്തോടെ മേജന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിന്റെ അച്ഛന്റെയും കൂടെ ഞാൻ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ച് ആ കമ്പനി ഇപ്പോൾ എന്റേത് മാത്രമാണ്. അതായത് നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വെറും ഒരു എംപ്ലോയി മാത്രമാണ് അവിടെ. അതല്ലാതെ ഇതേപോലെ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നിനക്കില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു, ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആദേശം ബലം പിടിച്ച് മേജന് പുറത്തേക്ക് തള്ളുമ്പോ അവളും ദേഷ്യത്തോടെ ഞാൻ നിന്റെ അടിമയല്ല എന്ന് പറയുമ്പോ ആദേശം നിന്നോടല്ലേ ഇവിടുന്ന് പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനും മേജന്റെ മുമ്പിൽ വാതിലടച്ചു കളയും. അങ്ങനെ മേജനും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് ഡെമറ്റും അവളെ കാണാൻ വേണ്ടി വരുന്നത്. മേജന്റെ മുഖം കാണുമ്പോ തന്നെ ഡെമറ്റിന് മനസ്സിലാകും പുതിയതായിട്ട് വേറെന്തോ പ്രശ്നം കൂടെ വന്നിട്ടുണ്ട് എന്ന്. എന്നിട്ട് അവളും പറയും, മേജൻ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ നിന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആകും. അതിന് സമ്മതിച്ച മേജനും ബാഗ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോ അസ്ലിയും ആദേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നമ്മൾ കുറെ ദിവസമായില്ലേ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട്, ഇന്ന് നമുക്ക് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയാലോ? അത് കേട്ട ആദേശം നോക്കാമെന്ന് പറയുമ്പോഴാണ് ഡെമറ്റും മേജാനും കൂടെ പുറത്തേക്ക് വരുന്നത് അവനും കാണുന്നത്. മേജൻ ബാഗെല്ലാം എടുത്തു പോകുന്നത് കണ്ടിട്ട് ആദേശം അവളോട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നതെന്ന്. പുറത്തേക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് മേജൻ പറയുമ്പോ ആദേശ് വീണ്ടും അവളോട് ചോദിക്കും, ഞാൻ ഏൽപ്പിച്ചവർക്ക് നീ കംപ്ലീറ്റ് ചെയ്തോ എന്ന്. അപ്പൊ മേജനും ഇല്ല എന്ന് പറയുമ്പോ ആദേശും അത് തീർത്തിട്ട് മാത്രം നീ എവിടേക്ക് വേണമെങ്കിലും പോയാ മതി എന്ന് അവളോട് പറയും. അത് കേട്ട് മേജനും ആദേശിനോട് വഴക്ക് കൂടാൻ നിൽക്കാതെ ഡെമറ്റിനോട് പറയും, ഞാനത് തീർത്തിട്ട് വരാമെന്ന്. ഡെമറ്റും ഓക്കെ എന്ന് പറയുമ്പോ മേജനും വർക്ക് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോകും. അത് കണ്ടിട്ട് ആദേശും അവളുടെ പിന്നാലെ പോകുമ്പോ തന്നെ ഡിന്നറിന് പോലും കൊണ്ടുപോകാതെ ആദേശ് മേജന്റെ കൂടെയാണല്ലോ എന്നോർത്തിട്ട് അസ്ലിക്കും അവളോട് നല്ല ദേഷ്യം തോന്നും. അങ്ങനെ ഇപ്പൊ രാത്രിയാകുമ്പോ നസറും മേജനെ വിളിച്ചിട്ട് ചോദിക്കും, ഡെമറ്റ് ഇതേവരെ വീട്ടിൽ വന്നിട്ടില്ല, അവളുടെ ഫോണും ഓഫാണ് എന്ന് നസീർ പറയുമ്പോ മേജനും അവനോട് പറയും, നീ പേടിക്കണ്ട, ഡെമറ്റ് ഇത്രയും നേരം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവളുടെ ഫോണിന്റെ ബാറ്ററി തീർന്നു പോയതാണ്, അവൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തും. അത് കേൾക്കുമ്പോഴാണ് നസീറിന്റെ ടെൻഷനും മാറുന്നത്. എന്നിട്ട് അവൻ മേജാനോട് പറയും, ഓക്കെ, നാളെ ആ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ എനിക്ക് നിന്നെ കാണണമെന്ന്. ഈ ഒരു ടൈമില് ആദേശം അവിടേക്ക് വന്നിട്ടുണ്ടാകും. അതറിയാതെ മേജാനും നസീറിനോട് പറയും, നാളെ ഉച്ച കഴിഞ്ഞ് കാണാമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് മേജന്റെ കയ്യിൽ നിന്നും ഫയൽ താഴേക്ക് വീണു പോകുന്നത്. അവളും അത് എടുക്കാൻ വേണ്ടി വരുമ്പോ ആദേശും അത് എടുത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരും. പെട്ടെന്ന് ആദേശിനെ കാണുമ്പോ മേജൻ ചെവിയിൽ വെച്ച് ഫോണ് കൂടെ താഴേക്ക് വീണു പോകും. വേഗം തന്നെ ആദേശ് ആ ഫോൺ താഴെ വീഴാതെ പിടിച്ചിട്ട് അത് മേജാന് തന്നെ കൊടുക്കുമ്പോ നസീറും നാളെ കാണാമെന്ന് അവളോട് പറയും. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോ ആദേശും അവളോട് ചോദിക്കും, ആരാണിപ്പോ വിളിച്ചതെന്ന്. പക്ഷെ മേജാൻ അതിന് മറുപടി പറയാതെ നീ തന്ന വർക്ക് ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേശും അവളെ പോകാൻ സമ്മതിക്കാതെ മറ്റൊരു ജോലി കൂടി അവളോട് ചെയ്യാൻ വേണ്ടി പറയുമ്പോ മേജാനും അവളുടെ കൈ ആദേശിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അപ്പോ ആദേശം പറയും, ഞാൻ അറിയാതെ നസീറിന്റെ കൂടെ വർക്ക് ചെയ്യാമെന്നേക്കുമ്പോ നിനക്ക് ഈ പറഞ്ഞ എക്സ്ക്യൂസും നിന്റെ കൈയുടെ വേദനയൊന്നും നിനക്ക് ബാധകമല്ലല്ലോ. അത് കേട്ടിട്ട് മേജനും ഞാൻ പോയിട്ട് എന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോ ആദേശം പറയും, വേണ്ട, നീ എന്റെ ലാപ്പിൽ വർക്ക് ചെയ്തോളാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോ സെഹ്റയും ഹൈദറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അസ്ലിയും അവളുടെ അമ്മയും കൂടെ അവിടെ എന്തൊക്കെയോ തീടാൻ പോകുന്നുണ്ട്, നിങ്ങളത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി അവരെന്നെ ഇവിടേക്ക് വിട്ടതാണ്. അത് കേട്ട് അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഹൈദർ മേജന്റെ അമ്മയും കാണുന്നത് അവർ തീടാൻ പോകുന്നത് മുറാട്ടിന്റെ സാധനങ്ങളാണെന്ന്. ഈ സമയം ആദേശം മേജനെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ മേജനും ആ പ്രൊജക്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ആദേശിനോട് ചോദിക്കും, എന്താണ് നിന്റെ അഭിപ്രായം എന്ന്. ആദേശും ഈ പ്രൊജക്ടിനെ പറ്റിയൊന്നും കേൾക്കാതെ മേജനെ മാത്രം നോക്കിയിരുന്നത് കൊണ്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് മേജൻ ഉദ്ദേശിച്ചിട്ട് അവൻ പറയും. ഈ ഒരു ടൈമിലാണ് മുറാട്ടും അവിടേക്ക് വന്നിട്ട് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ആദേശിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ മേജാനും
തനിയിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അവളും അമ്മയുടെ കരച്ചിൽ അവിടെ കേൾക്കുന്നത്. അവിടെ കൂടി വന്ന മെർജാൻ കാണുന്നത് ആന്റി മുറാട്ടിന്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം കത്തിക്കാൻ തുടങ്ങുന്നതാണ്. അത് കണ്ട മെർജാനും ഓടി വന്ന് അവരെ കൊണ്ട് കത്തിക്കാൻ സമ്മതിക്കാതെ അവരുടെ കയ്യിൽ നിന്നും ആ ലൈറ്റർ തട്ടിയെടുക്കും. എന്നിട്ട് അവള് തന്നെ അതിന് തീയിടാൻ പോകുന്നത് കാണുമ്പോ അമ്മയും അവളോട് വേണ്ട എന്ന് പറയും. അപ്പൊ മെർജാനും പറയും, മുറാട്ട് അമ്മയുടെ മനസ്സിലാണുള്ളത്. അവന്റെ ഓർമ്മകളെ ഇതേപോലെ അവിടെ നിന്നും എടുത്തു കളയാൻ ഇവരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഇതും പറഞ്ഞിട്ട് മെർജാൻ തന്നെ അതിലേക്ക് തീയിടുന്നത് കാണുമ്പോ ആ ഒരു കാഴ്ച കാണാനാവാതെ അമ്മയും കരഞ്ഞ് താഴേക്ക് വീണു പോകും. ഉടനെ തന്നെ മെർജാനും അവരെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയും, ഇനി ഒരിക്കലും ഇവരുടെ മുൻപിൽ നമ്മളിങ്ങനെ തോറ്റു നിൽക്കരുത്. അങ്ങനെ അച്ഛനും അമ്മയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ആദേശം ജമാലിനോട് പറയും ആന്റി അവിടെ നിന്ന് കൊണ്ടുപോകാൻ. അപ്പൊ ജമാലും ആന്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇന്നത്തെ കോട്ട കഴിഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരെയും കൂട്ടി അവിടെ നിന്ന് പോകും. പക്ഷെ മെർജാൻ അവിടെ നിന്ന് പോകാതെ മുറാട്ടിന്റെ അവസാന ഓർമ്മകളെല്ലാം കത്തിത്തീരുന്നത് കണ്ടിട്ട് വിഷമം കൊണ്ട് അവിടെ നിന്ന് കരയുകയാണ്. പിന്നീട് കുറെ നേരം കഴിയുമ്പോ അതിൽ പകുതി കത്തിയ ഒരു ഫോട്ടോ എടുത്ത് മെർജാനും ആദേശിനോട് പറയും, ഇത് മുറാട്ടിന്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയാണ്. അതെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കിഷ്ടം സ്ട്രോബെറി കേക്കായിരുന്നു, അവനിഷ്ടം ചോക്ലേറ്റും. പക്ഷേ അവന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ വാങ്ങിയത് സ്ട്രോബെറി കേക്കായിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് എന്തിനാ മെർജാൻ ഇഷ്ടമുള്ള കേക്ക് വാങ്ങിയതെന്ന് ചോദിച്ച് അവൻ അന്ന് ബഹളമുണ്ടാക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതെല്ലാം കേട്ട് അവനും ആ ഫോട്ടോ വാങ്ങി നോക്കുമ്പോഴാണ് അതിലേലുള്ളിയും തന്നെയും അവൻ കാണുന്നത്. അപ്പോഴേക്കും അവന്റെ കണ്ണ് നനച്ചുകൊണ്ട് ആ ഒരു സംഭവം അവന്റെ ഓർമ്മയിലേക്ക് എത്തും. അന്ന് ബർത്ത്ഡേയുടെ സമയത്ത് എല്ലാവരും സന്തോഷിച്ചു നിൽക്കുമ്പോ ഇവർ രണ്ടുപേരും മാത്രം ഒറ്റപ്പെട്ടു മാറി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് മെർജാനും എയിലുള്ളിയും കൂട്ടിക്കൊണ്ട് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷെ മെർജാന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എയിലുള്ളി അവിടെ നിന്ന് പിടിച്ചു മാറ്റി നിർത്തും. ഇതെല്ലാം ഓർത്ത് ആദേശം അവിടെ നിന്ന് കരയുമ്പോ മുറാട്ടിനെ പറ്റിയോർത്ത് മെർജാനും കരയുകയാണ്. ഇനി അടുത്ത ദിവസമാകുമ്പോ മെർജാനും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വാഷ്റൂമിൽ നിന്ന് റെഡിയാകുമ്പോ ആദേശം അവളോട് ചോദിക്കും, നീ ഇങ്ങനെ എത്ര നേരം അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമെന്ന്. അപ്പൊ മെർജാന് പറയും, എനിക്ക് എത്ര ടൈം ആവശ്യമുണ്ടോ അത്രയും നേരം ഞാൻ ഇവിടെ ഇരിക്കും. അത് കേട്ട് ദേഷ്യം വന്ന് അവന് പറയും, എത്ര മണിക്കൂറുകളായെന്നറിയോ നീ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട്, നീ കാരണം ഞാൻ ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആകും എന്ന് ആദേശ് പറയുമ്പോ മെർജാനും പറയും, അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ നീ അടുത്ത റൂമിലെ വാഷ്റൂം യൂസ് ചെയ്യ്. ഇതെല്ലാം കേട്ട് ക്ഷമ നശിച്ച ആദേശം അവിടെ തന്നെ കാത്തു നിൽക്കുമ്പോഴാണ് മെർജാനും ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. മെർജാന്റെ അപ്പോഴത്തെ ആ ഒരു ഭംഗി കണ്ടിട്ട് ആദേശ് മറ്റെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ്. ആദേശ് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കാണുമ്പോ മെർജാനും അവനോട് ചോദിക്കും, ഇത്രയും നേരം ബാത്റൂമിൽ കയറണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയിട്ട് ഇപ്പൊ നീ എന്താ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കുന്നത്? പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വന്ന ആദേശം ചോദിക്കും, ഇതേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നീ ഇപ്പൊ എവിടേക്കാ പോകുന്നത്? അപ്പൊ മെർജാനും കമ്പനിയിലേക്കല്ലാതെ വേറെ എവിടേക്കാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേശും അവളോട് അവിടെ നിൽക്കാൻ പറയും. അത് കേട്ട് മെർജാനും അവിടെ നിൽക്കുമ്പോ ആദേശ് അവളോട് പറയും, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നതെന്ന്. അങ്ങനെ കമ്പനിയിലേക്ക് എത്തിക്കഴിയുമ്പോ മെർജാനും അവളുടെ ഓഫീസ് റൂമിലേക്ക് പോകാനായിട്ട് വരുമ്പോ ആദേശും അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എന്റെ റൂമിലിരുന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ മെർജാന് അതിൽ താല്പര്യമില്ലാതെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോ ആദേശ് ബലം പിടിച്ച് അവളെ അവിടുത്തെ ചെയറിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. ഒട്ടും താല്പര്യമില്ലാതെ മെർജാനും അവിടെ ഇരിക്കുമ്പോ അടുത്തതായിട്ട് ആദേശ് പറയും, അവന് വേണ്ടി ഒരു ബ്ലാക്ക് കോഫി എടുത്തിട്ട് വരാൻ. അത് കേട്ട് മെർജാനും ദേഷ്യപ്പെട്ട് ചോദിക്കും, അതിനു വേണ്ടിയല്ലേ നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്? പക്ഷെ ആദേശ് അതൊന്നും മൈൻഡ് ചെയ്യാതെ മെർജാനെ തന്നെ കോഫി എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടും. അങ്ങനെ മെർജാനും അവന് വേണ്ട കോഫിയും എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഡെമറ്റിനെയും നസീറിനെയും അവിടെ വെച്ച് കാണുന്നത്. മെർജാനെ കാണുമ്പോ ഡെമറ്റും അവളോട് ചോദിക്കും, നീ എന്താ ഈ കോഫിയൊക്കെ പിടിച്ചു നടക്കുന്നത്? ഇതൊക്കെ ചെയ്തു തരാൻ നിനക്കിവിടെ സ്റ്റാഫില്ലേ എന്ന്. അപ്പൊ മെർജാന് പറയും, അതിനെ പറ്റിയൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന്. അപ്പൊ ഡെമറ്റും നമുക്കിനി എപ്പോഴും കാണാലോ എന്ന് പറയുന്നത് കേട്ടിട്ട് മെർജാനും ഒന്നും മനസ്സിലാകാതെ അവൾ നസീറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവനും പറയും, ഡെമറ്റിന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇവിടെ നിയമിച്ചു എന്ന്. ഇത് കേട്ട് മെർജാനും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് ആദേശ് അവൾ അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സീനെല്ലാം കണ്ടിട്ട് നന്നായിട്ട് ദേഷ്യം വന്നവനും നേരെ മെർജാന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഇതേപോലെ സംസാരിച്ചു നിന്നാൽ എന്റെ കോഫി ആറിപ്പോകും. പിന്നെ വർക്കിന്റെ സമയത്ത് ഇതേപോലത്തെ ലൂസ് സ്റ്റോക്ക് ഒന്നും ഞാൻ സമ്മതിക്കില്ല. അത് കേട്ട് മെർജാനും അവിടെ നിന്ന് പോകുമ്പോ ആദേശും നസറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് നീ പറയുന്നൊരു എമൗണ്ട് അതെത്രയാണെങ്കിലും ശരി അത് തന്ന് നിന്റെ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട്
നസറും അവനോട് പറയും, നീ ഇപ്പൊ തന്ന ഓഫർ അതെനിക്ക് വലിയൊരു ലാഭം തന്നെയാണ്. പക്ഷെ എനിക്ക് അതിലും വലുതാണ് മേർജന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ്. അതൊരിക്കലും ഞാൻ മിസ്സാക്കില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് മേർജാന്റെ ഒപ്പം ഒരു മീറ്റിംഗ് ഉണ്ട്, അതൊന്ന് അവളെ ഓർമ്മിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് നസറും അവിടെ നിന്ന് പോകും. ഇതെല്ലാം കേട്ടിട്ട് നന്നായിട്ട് പൊളിഞ്ഞു വന്ന ആദേശ് നേരെ മേർജാന്റെ അടുത്തേക്ക് വന്നിട്ട് നസറിന്റെ അടുത്തേക്ക് അവള് പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണി തന്നെ വീണ്ടും വീണ്ടും അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഈ ഒരു സമയത്തെല്ലാം മേർജന് ഫ്ലൈറ്റിംഗ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പോലും ആദേശ് മിസ്സാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വർക്കെല്ലാം തീർത്ത് മേർജനും നസറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ആദേശും അവളോട് പറയും, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ഇന്ന് നമുക്ക് സൈറ്റിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. മേർജനെ നസീർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദേശ് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ പല സൈറ്റിലും പോയിട്ട് രാത്രിയാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്തായാലും മേർജനും നസീറും തമ്മിലുള്ള മീറ്റിംഗ് നടന്നില്ലല്ലോ എന്ന് സന്തോഷിച്ചിട്ട് ആദേശും ഡിന്നർ കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവനൊട്ടും പ്രതീക്ഷിക്കാതെ നസീർ ഡെമറ്റിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അത് കണ്ടിട്ട് ആദേശിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.